നമ്മൾ BA സോഷ്യോളജിയുടെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിലേക്കാണ് കടക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. BA സോഷ്യോളജിയിലെ ഫസ്റ്റ് BA സോഷ്യോളജിയിലെ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി, അതേപോലെ തന്നെ സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ജെൻഡർ യൂത്ത്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതിലെ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 1, സോഷ്യോളജി ഓഫ് ഇന്ത്യ, അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ബുക്കുകളൊക്കെ ടീച്ചറായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ അതാത് ചാപ്റ്ററിൻ്റെ വീഡിയോ കാണുമ്പോൾ ഏതാണ് സബ്ജക്റ്റ് എന്നും അതേപോലെ തന്നെ ഏത് യൂണിറ്റ് എന്നും നന്നായി ശ്രദ്ധിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ ഈ എഴുതിയിട്ട കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. അന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ടീച്ചർ. അപ്പോൾ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡിസാസ്റ്റർ ബുക്കിൻ്റെ പേര് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. BA സോഷ്യോളജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ. എന്താണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്കിൻ്റെ പേരെന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ്. ഇനി അതിൻ്റെ മീനിങ്ങും ക്ലാസിഫിക്കേഷനുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുന്നത്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലായ്പ്പോഴും കാണപ്പെടുന്ന ഒരു ടെൻഡൻസിയാണ് ഡിസാസ്റ്റർ, ദുരന്തം. പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ മീനിങ് ഓഫ് ഡിസാസ്റ്റർ, എന്താണ് ഡിസാസ്റ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ടേം disaster owes its origin to the French word disaster, which is the combination of two words def meaning bad, after meaning star. അപ്പോൾ ഡിസാസ്റ്റർ എന്ന വേർഡ് ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഡെസ്റ്ററിൽ നിന്നാണ്. രണ്ട് വേർഡുകളുടെ കോമ്പിനേഷനിൽ നിന്നാണ് ഈ ഡെസ്റ്റർ എന്ന പദം ഉടലെടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഡെസ്റ്ററിൽ നിന്നാണ് ഡിസാസ്റ്റർ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഈ ഡെസ്റ്റർ ഉണ്ടായിട്ടുള്ളത് രണ്ട് വേർഡുകളിൽ നിന്നാണ്. ഫ്രഞ്ച് വേർഡുകളായിട്ടുള്ള ഡെഫ് മീനിങ് ബാഡ്, മോശം, അഫ്റ്റർ. അപ്പോൾ ബാഡും അഫ്റ്ററും അഫ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ. അപ്പോൾ ഈ ഡെഫ് എന്ന് പറഞ്ഞാൽ ബാഡ്, അഫ്റ്റർ മീനിങ് സ്റ്റാർ. അപ്പോൾ ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഏത് പദം രൂപം കൊണ്ടത്? ഡെസ്റ്റർ. അതാണ് പിന്നീട് ഏതിലേക്ക് മാറിയത്? ഡിസാസ്റ്റർ. അപ്പോൾ ഡിസാസ്റ്റർ എന്ന പദം ഫ്രഞ്ച് വേർഡുകളായിട്ടുള്ള ഡെസ്റ്ററിൽ നിന്നാണ് രൂപീകൃതമായിട്ടുള്ളത്. ഇനി ഡെസ്റ്റർ എന്ന പദം രണ്ട് വേർഡുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഡെഫ് മീനിങ് ബാഡ്, ഡെഫ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ബാഡ് എന്നും, അഫ്റ്റർ മീനിങ് സ്റ്റാർ. അപ്പൊ ഈ ഡെഫിൽ നിന്നും അഫ്റ്ററിൽ നിന്നുമാണ് ഡെസ്റ്റർ എന്ന പദം ഉണ്ടായത്. ഡെസ്റ്റർ ആണ് പിന്നീട് എന്തായി മാറിയത്? ഡിസാസ്റ്റർ ആയി മാറിയത്. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്? ഇൻ ഏർലിയർ ഡേയ്സ്, ഇത് മുൻകാലങ്ങളിൽ, എ ഡിസാസ്റ്റർ വാസ് കൺസിഡർഡ് ടു ബി ഡ്യൂ ടു സം അൺഫേവറബിൾ സ്റ്റാർ. ഇത് മുൻകാലങ്ങളിൽ ഒരു ദുരന്തം പ്രതികൂലമായ നക്ഷത്രത്തിന്റെ ഫലമായാണ് ഉണ്ടാകുന്നതെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദുരന്തം ഉണ്ടാകുന്നത് പ്രതികൂലമായ പ്രതികൂലമായ നക്ഷത്രത്തിന്റെ ഫലമായാണ് ദുരന്തമുണ്ടാകുന്നത് എന്ന് മുൻകാലങ്ങളിൽ ഇതിനെ നിർവചിച്ചിരുന്നു. ഇൻ ഏർലിയർ ഡേയ്സ്, മുൻകാലങ്ങളിലെ disaster was considered to be due to some unfavorable star. അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികൂലമായ, അനുകൂലമല്ല, പ്രതികൂലമായ നക്ഷത്രത്തിന്റെ ഫലമായാണ്. ഫേവറബിൾ സ്റ്റാറിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ദുരന്തമുണ്ടാകുന്നത് എന്നാണ് ആദ്യകാലങ്ങളിൽ, മുൻകാലങ്ങളിൽ ഏതിനെ പറയുന്നത്? ഡിസാസ്റ്ററിനെ, ദുരന്തത്തെ പറയുന്നത്. ആൻഡ് ദെൻ നൗ ഡേയ്സ്, എന്നാൽ ഇക്കാലങ്ങളിൽ
Nowadays, ഈ കാലങ്ങളിൽ, ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ, the term disaster is commonly used to denote any odd event, be it natural or man-made. ഇക്കാലങ്ങളിൽ ദുരന്തം എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത് അത് പക്വതയുള്ളതോ മനുഷ്യനിർമ്മിതമോ ആകാം. ഇന്ന് ദുരന്തങ്ങൾ പലതും മനുഷ്യനിർമ്മിതമാണ് എന്നാ പറയുന്നത്. ആദ്യകാലങ്ങളിൽ ദുരന്തം ഉണ്ടാകുന്നത് അൺഫേവറബിൾ സ്റ്റാർ ആണ് എന്നാ പറയണത്. അനുകൂലമല്ലാത്ത സ്റ്റാറിന്റെ ഫലമായാണ് ദുരന്തം ഉണ്ടാകുന്നത് എന്നാണ് ഏത് ഡേയ്സിൽ പറയുന്നത്? ഏർലിയർ ഡേയ്സിൽ പറയുന്നത്. എന്നാൽ നൗ ഡേയ്സിൽ പറയുന്നത് എന്താണ്? നൗ ഡേയ്സിൽ ഡിസാസ്റ്ററിനെ പറയുന്നത് എങ്ങനെയാണ്? അതായത് ദുരന്തം ഉണ്ടാകാനുള്ള കാരണം നാച്ചുറൽ, പ്രകൃതിപരമായോ മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായോ ആണ് ഇന്ന് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നത്. നാച്ചുറൽ ആയിട്ടോ അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ടോ അതല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടോ ആണ് ഇന്ന് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നാച്ചുറൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റി, ഫ്ലഡ്, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില്, അതേപോലെ തന്നെ സുനാമി തിരകൾ വരിക, എർത്ത് കേക്ക്, ഭൂമി കുലുക്കം, ഇതൊക്കെ നാച്ചുറലാണ്. എന്നാൽ മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈപ്പിഴ കൊണ്ട് സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഇതിനൊരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്തുണ്ടായ വിമാന ദുരന്തം അല്ലേ? ആ വിമാന ദുരന്തം മനുഷ്യന്റെ കൈപ്പിഴ കൊണ്ട് പറ്റിയതാണ്. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യന്റെ കൈപ്പിഴ കൊണ്ട് പടക്കക്കടയ്ക്ക് തീ പിടിക്കുക, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് ഷോർട്ടേജ് സംഭവിക്കുക, അപ്പോഴൊക്കെ അല്ലെങ്കിൽ വാതകച്ചോർച്ച ഉണ്ടാവുക, ഇതൊക്കെ മാൻമെയ്ഡ് ആണ് കേട്ടോ. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ദുരന്തം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നാച്ചുറൽ ആയിരിക്കാം, അതല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിരിക്കാം. which brings about immense misery to a region so that it becomes difficult to cope with the situation through local resources. പിന്നെന്താണ് പറയുന്നത്? which brings about immense misery to a region so that it becomes difficult to cope with the situation through local resources. ഒരു പ്രദേശത്ത് വലിയ ദുരിതം വരുത്തുന്നതിനാൽ ലോക്കൽ റിസോഴ്സസ്, പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് സാഹചര്യത്തെ നേരിടാൻ പ്രയാസമാണ്. ഒരു പ്രദേശത്ത് വലിയ ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ റിസോഴ്സ് ഉപയോഗിച്ച് അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പ്രയാസമാണ്. ഇപ്പൊ നമുക്കറിയാം, ചില സാഹചര്യങ്ങളിൽ മേഘവിസ്ഫോടനം ഉണ്ടായി. മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ പറയുക, അത്രയ്ക്കത്ര വെള്ളം ഭൂമിയിലേക്ക് പതിക്കുക. ആ സമയത്തൊക്കെ അതിനെ നേരിടാനുള്ള സാഹചര്യങ്ങൾ അതിനെ നേരിടാനുള്ള ഓരോ ടൂളുകളും നമ്മൾക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രദേശത്ത് വലിയ ദുരിതം വരുത്തുന്നതിനാൽ ലോക്കൽ റിസോഴ്സ് ഉപയോഗിച്ച് ആ സാഹചര്യത്തെ നേരിടാൻ വളരെയധികം പ്രയാസമാണ്. ഇതാണ് മീനിങ് ഓഫ് ഡിസാസ്റ്റർ. അടുത്തതായിട്ട് പറയാണ്, the following are the related impacts of disaster. എന്താണ്? ദുരന്തങ്ങളുടെ അനുബന്ധ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നു ദുരന്തങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. ദുരന്തങ്ങളുടെ പ്രത്യാഘാതങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ദുരന്തങ്ങളുടെ അനുബന്ധ പ്രത്യാഘാതങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫാളിങ് അപ്പാർട്ട് ഓഫ് നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ്. ഫാളിങ് അപ്പാർട്ട് ഓഫ് നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ്, സാധാരണ ജീവിതത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. ഫാളിങ് അപ്പാർട്ട് ഓഫ് നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ്, സാധാരണ ജീവിതത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഏത് കാരണമാകുന്നു? ദുരന്തം കാരണമാകുന്നു. ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കുന്നു. പിന്നെന്താണ് അടുത്തതായിട്ട് പറയുന്നത്? തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത് നോക്കിക്കോളൂ. അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, സാമ്പത്തിക സാമൂഹിക ഘടനയിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ സ്വാധീനം. അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, സാമ്പത്തിക സാമൂഹിക ഘടനയിലെ പ്രതികൂല സാഹചര്യം.
അപ്പൊ എന്തൊക്കെയാണ് ദുരന്തങ്ങളുടെ അനുബന്ധ പ്രത്യാഘാതങ്ങളെ? ഒന്നെന്താ? ഫാളിങ് അപ്പാർട്ട് ഓഫ് നോർമൽ പാറ്റേൺ ഓഫ് ലൈഫ്. സെക്കൻഡ് വൺ, ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കുന്നു. അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. സാമ്പത്തിക സാമൂഹിക ഘടനയിൽ പ്രതികൂലമായ സാഹചര്യം. ആൻഡ് ഫോർത്ത് വൺ, ഡിസ്പ്രിഷൻ ഇൻ കമ്മ്യൂണിറ്റി നീഡ്സ് ഓഫ് ഷെൽട്ടർ, ഫുഡ്, ക്ലോത്തിങ് ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം എന്നിവയുടെ സാമൂഹ്യ ആവശ്യങ്ങളിൽ തടസ്സം സംഭവിക്കുന്നു. ഡെസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം സംഭവിക്കുക. എന്തിനൊക്കെ? കമ്മ്യൂണിറ്റി നീഡ്സ്, കമ്മ്യൂണിറ്റികളുടെ ആവശ്യ ഘടകങ്ങളായിട്ടുള്ള ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വീട്, ഫുഡ് ഭക്ഷണം, ക്ലോത്തിങ് വസ്ത്രം, മെഡിക്കൽ ഹെൽപ്പ്, അതേപോലെ തന്നെ പിന്നെന്താണ്, വൈദ്യസഹായം തുടങ്ങിയതിലൊക്കെ എന്ത് സംഭവിക്കുന്നു? ദുരന്തമുണ്ടാകുമ്പോൾ തടസ്സം സംഭവിക്കുന്നു. And then next point, one set of psychological trauma. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? മാനസിക ആഘാതത്തിന്റെ തുടക്കം. വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തരാവാൻ വളരെ പ്രയാസമാണ്. അതാണ് പറയുന്നത് വൺ സെറ്റ് ഓഫ് സൈക്കോളജിക്കൽ ട്രോമ. മാനസിക ആഘാതത്തിൽ നിന്നുള്ള ആഘാതത്തിന്റെ തുടക്കം, മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാവുക എന്ന്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലോസ് ഓഫ് ലീവ്ലിഹുഡ്. ജീവനോപാധിയുടെ നഷ്ടം. ജീവിക്കാനുള്ള ആ സാഹചര്യത്തിന്റെ അനുകൂല സാഹചര്യം നഷ്ടപ്പെടുക, അഥവാ ലോസ് ഓഫ് ലീവ്ലിഹുഡ്, ജീവനോപാധിയുടെ നഷ്ടം. പിന്നെ ഡിസ്ട്രപ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ മീൻസ് ആശയവിനിമയം, ട്രാൻസ്പോർട്ട് ഗതാഗതം, ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം എന്നിവയുടെയൊക്കെ തടസ്സം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. അത് ക്രമസമാധാന പ്രശ്നങ്ങൾ. എപ്പിഡെമോളജിക്കൽ ത്രീറ്റ്, അതായത് പകർച്ചവ്യാധി. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി. പലതരത്തിലുള്ള, നമുക്കറിയാം ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വാതകച്ചോർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ കാരണമാകും ആളുകളിൽ. അപ്പോൾ എപ്പിഡെമോളജിക്കൽ ത്രീറ്റ്. മൈഗ്രേഷൻ, കുടിയേറ്റം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം, ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കുമുള്ള കുടിയേറ്റം. ഇതൊക്കെയാണ് ദുരന്തങ്ങളുടെ അനുബന്ധ പ്രത്യാഘാതങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ എന്താണ് ദുരന്തം? 2 വേർഡുകളിൽ നിന്നാണ്. അതായത് ഡെസ്റ്റർ എന്ന അർത്ഥമാക്കുന്ന ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഡെസ്റ്ററിൽ നിന്നാണ് ഡിസാസ്റ്റർ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഡെസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാഡ്, അസ്റ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റാർ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ എന്തിന്റെ അൺഫേവറബിൾ എന്നാ പറയുന്നത്? സ്റ്റാറില്, നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന അൺഫേവറബിൾ ആണ് ദുരന്തം. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ദുരന്തം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നാച്ചുറലോ മാൻമെയ്ഡോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് വലിയ ദുരിതം വരുത്തുന്നതിനാൽ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് ആ സാഹചര്യത്തെ മറികടക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ടീച്ചർ പറഞ്ഞു തന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്തായെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടേബിള്. ഡിസാസ്റ്റർ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദുരന്തം. അതിൻ്റെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഇവിടെ ഒരു ടേബിൾ തന്നിരിക്കുന്നുണ്ട്. അതുവഴി ഇവിടെ വിശകലനം ചെയ്യുന്നത്. അപ്പം അതിനൊരു ക്ലൂ തരുന്നുണ്ട്. ഡി ആവുമ്പോൾ നെഗറ്റീവില് ഡാമേജും പോസിറ്റീവില് ഡെവലപ്മെൻറ്റുമാണ്. ഡി എന്ന സിമ്പിൾ തരും. ഡി എന്ന സിമ്പിൾ തന്നു കഴിഞ്ഞാൽ അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഡി എന്ന സിമ്പിൾ തരും. അപ്പം നിങ്ങൾ നെഗറ്റീവ് എന്താണെന്നും പോസിറ്റീവ് എന്താണെന്നും എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡിസാസ്റ്ററിലെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് പറയുന്നത്. ഡി ആയിരിക്കുമ്പോൾ നെഗറ്റീവില് ഡാമേജ് മീൻസ് നാശം, പോസിറ്റീവില് ഡെവലപ്മെന്റ് വികസനം. നെഗറ്റീവില് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ററപ്ഷൻ മീൻസ് തടസ്സം.
ഇന്നവേഷൻ കണ്ടെത്തൽ. പോസിറ്റീവിലെ ഐ എന്താണ്? ഇന്നവേഷൻ കണ്ടെത്തൽ. അതേപോലെ തന്നെ എസ്, നെഗറ്റീവില് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെർവ്, കഠിനമായ. എന്നാലോ പോസിറ്റീവില് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയറിങ്. ഷെയർ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? പങ്കിടുക. അതേപോലെ തന്നെ എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്ട് എ. നെഗറ്റീവില് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്റോഗോണസ്റ്റിക്. അന്റോഗോണസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുദ്ധം എന്നാണ്. എന്നാൽ പോസിറ്റീവില് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയർനെസ്, അവബോധം. ഇത് അന്റോഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിരുദ്ധം, അവയർനെസ് എന്ന് പറഞ്ഞാൽ അവബോധം. ഇനി എസ്, എസ് എന്നത് കൊണ്ട് ഇവിടെ നെഗറ്റീവില് സ്കോറേജ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാല് അതായത് സ്കോറേജ് ചെയ്യപ്പെടുക പറഞ്ഞ ഒരു പൂർണ്ണതയിലല്ലാത്ത അവസ്ഥ. എന്നാൽ പോസിറ്റീവില് സെൽഫ് സഫിഷ്യൻലി, പൂർണ്ണമായത്, പൂർണ്ണ സംതൃപ്തമായത്, അതാണ് പോസിറ്റീവ്. ഇനി ടി എന്നത് കൊണ്ട് ട്രോമ. ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്? ട്രോമ കെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഓരോ ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷത്തെയാണ് നമ്മൾ ട്രോമ എന്ന് പറയുക. പക്ഷേ ഇവിടെ പോസിറ്റീവില് ട്രാൻസ്ഫോർമേഷൻ, അതായത് രൂപാന്തരം എന്ന് പറയും. ഈ എമർജൻസി, അടിയന്തരാവസ്ഥ. എന്നാൽ പോസിറ്റീവില് ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ. നെഗറ്റീവില് ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക്. എന്നാൽ പോസിറ്റീവില് ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിഫിലൈൻസ്. റിഫിലൈൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി. അപ്പോ ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് തന്നിട്ടുണ്ടായിരിക്കും. ഡി നെഗറ്റീവ് ആകുമ്പോൾ ഡാമേജ് ആണ്, പോസിറ്റീവ് ആകുമ്പോൾ ഡെവലപ്മെന്റ് ആണ്. ഐ നെഗറ്റീവ് ആകുമ്പോൾ ഇന്ററപ്ഷൻ ആണ്, പോസിറ്റീവ് ആകുമ്പോൾ ഇന്നവേഷൻ ആണ്. എസ് നെഗറ്റീവ് ആകുമ്പോൾ സെർവ് ആണ്, പോസിറ്റീവ് ആകുമ്പോൾ ഷെയറിംഗ് ആണ്. എ ആന്റോഗോണിസ്റ്റിക് ആണ് ഈ നെഗറ്റീവ് ആകുമ്പോൾ, എന്നാൽ പോസിറ്റീവ് ആകുമ്പോൾ അവയർനെസ് ആണ്. എസ് സ്കോറേജ് ആണ്, എന്നാൽ നെഗറ്റീവ് ആകുമ്പോൾ സ്കോറേജ് ആണ്, പോസിറ്റീവ് ആകുമ്പോൾ സെൽഫ് സഫിഷ്യൻലി ആണ്. ടി നെഗറ്റീവ് ആകുമ്പോൾ ട്രോമയാണ്, പോസിറ്റീവ് ആകുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇ നെഗറ്റീവ് ആകുമ്പോൾ എമർജൻസി ആണ്, പോസിറ്റീവ് ആകുമ്പോൾ എഡ്യൂക്കേഷൻ ആണ്. ആറ് നെഗറ്റീവ് ആകുമ്പോൾ റിസ്ക് ആണ്, പോസിറ്റീവ് ആകുമ്പോൾ റിഫലൈൻസ് ആണ്. റിഫലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധ ശേഷിയാണ്. ഇതാണ് ഇതിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഡിസാസ്റ്റർ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടാവാറുള്ളത്? പലതരത്തിലുള്ള ഡിസാസ്റ്റർ, വിവിധ തരം ഡിസാസ്റ്റർ. അത് ആരുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ഡിസാസ്റ്റർ നമ്മൾ പഠിക്കുന്നത്? ആസ് പെർ ഹൈ പവേർഡ് കമ്മിറ്റി. 2001 ഹൈ പവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അത് ഏകദേശം 4 ടൈപ്പ് ഉണ്ട്. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്, ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്, കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്, ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് ഓരോന്നിൻ്റെയും പാർട്സുകൾ അറിഞ്ഞിരിക്കണം. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഡിസാസ്റ്ററിൽ ഫസ്റ്റ് ടൈപ്സ് ആണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ. അതിൽ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലവും ക്ലൈമറ്റും കാലാവസ്ഥയും റിലേറ്റഡ് ആയിട്ടുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വാട്ടർ ദുരന്തമാണ്. വാട്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ദുരന്തമാണ് ഫ്ലഡ്സ് മീൻസ് എന്താണ്? വെള്ളപ്പൊക്കം. സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുഴലിക്കാറ്റുകൾ. ടോറന്റോസ് ആൻഡ് ഹ്യൂറിക്കാൻസ്, അതൊക്കെ വലിയ വലിയ ഭീകരമായ കാറ്റുകളുടെ പേരാട്ടോ. ടോറാൻഡസും ഹ്യൂറിക്കാൻസും ഒക്കെ വലിയ വലിയ ചുഴലിക്കാറ്റുകളുടെ പേരുകളാണ് കേട്ടോ. ഹെയിൽസ്ട്രോം എന്ന് പറഞ്ഞാൽ എന്താ? ആലിപ്പഴ വീഴ്ച. ക്ലൗഡ് ബർസ്റ്റ്, അതെ, മേഘവിസ്ഫോടനം. ഇപ്പോ മഹാരാഷ്ട്രയില് അടുത്തുണ്ടായിരുന്നു മേഘവിസ്ഫോടനം അല്ലെ, ക്ലൗഡ് ബർസ്റ്റ്.
ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ്. അതേപോലെ തന്നെ ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ് എന്ന് പറഞ്ഞാൽ താപതരംഗവും തണുത്ത തരംഗവും. ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ വേവ് എന്ന് പറഞ്ഞാൽ തരംഗം. ഹീറ്റ് വേവ് പറഞ്ഞാൽ താപം, ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന തരംഗവും കോൾഡ് വേവ് എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന തരംഗവും. ഇത്രയും കാര്യങ്ങളെ അതേപോലെ തന്നെ സ്നോവ് അവെഞ്ചേഴ്സ്. സ്നോവ് അവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഹിമപാതങ്ങൾ. മഞ്ഞ്, അവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പാദങ്ങൾ. അപ്പൊ മഞ്ഞ് ഹിമപാതങ്ങൾ. ഡ്രോട്ട്സ് വരൾച്ച. അതേപോലെ തന്നെ സീ എറോഷൻ. സീ എറോഷൻ എന്ന് പറഞ്ഞാൽ കടൽക്ഷോഭം, സുനാമി പോലെയുള്ള. തണ്ടർ ആൻഡ് ഹൈ ഹൈറ്റിംഗ്, ഇടിയും മിന്നലും. തണ്ടർ ആൻഡ് ഹൈ ഹൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ആഘാതത്തിലുള്ള ഇടിയും മിന്നലും, സുനാമി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ പ്രോബ്ലങ്ങൾ. വാട്ടറും അതേപോലെ തന്നെ ക്ലൈമറ്റും കാലാവസ്ഥയും ജലവും റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററുകളാണ് പറഞ്ഞു തന്നത്. ഫ്ലഡ്സ്, സൈക്ലോൺസ്, ടോർണാഡോസ് ആൻഡ് ഹുറിക്കേൻസ്, സ്നോ അവെഞ്ചേഴ്സ്, ഡ്രോട്ട്, സീ ഇറോഷൻ, തണ്ടർ ആൻഡ് ഹൈലൈറ്റിംഗ്, സുനാമി. ആൻഡ് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ, ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ. അതെന്തൊക്കെയാ നോക്കാം. ലാൻഡ് ഫ്ലൈഡ് ആൻഡ് മഡ് ഫ്ലോസ്. അതായത് മണ്ണിടിച്ചലും അതേപോലെ തന്നെ ചെളിപ്രവാഹവും. ലാൻഡ് ഫ്ലൈഡ് പറഞ്ഞാൽ മണ്ണിടിക്കല്. മഡ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി കുത്തനെ ഒഴുകി വരിക. അപ്പൊ കഴിഞ്ഞ വർഷം വയനാട് നടന്ന ദുരന്തത്തിലൊക്കെ നിങ്ങൾ TV കൂടെ ഒക്കെ സ്വയം അനുഭവപ്പെട്ടവരുണ്ടായിരിക്കാം, സ്വന്തം കണ്ണുകൊണ്ട് നോക്കി കണ്ടവരുണ്ടായിരിക്കാം ചെളിപ്രവാഹം. അതേപോലെ നമ്മളുടെ മീഡിയാസുകളിലൂടെ ചെളി കുത്തനെ ഒഴുകി വരുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇന്ന് നമുക്കിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മളുടെ കണ്ണുകളിൽ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് 2018 തൊട്ട് നമ്മളുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഇന്ന് നമുക്ക് പരിചിതമാണ്. പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ടറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ജിയോളജിക്കൽ ഡിസാസ്റ്റർ പരിചിതമാണ്. അപ്പൊ ലാൻഡ് ഫ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിടിയ. അതായത് കുന്നു നിറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഒന്നായി മണ്ണിടിഞ്ഞ് പാറക്കെട്ടുകൾ നിലം പതിക്കുകയാണ്. അപ്പൊ തന്നെ അതിൽ നിന്ന് എന്തും ഒഴുകി വരും? ചളിവെള്ളവും ഒഴുകി വരും. അതാണ് മഡ് ഫ്ലോസ്. എർത്ത് കേക്ക്സ് മീൻസ് ഭൂമികുലുക്കം. ഡാം ഫെയിലർ മീൻസ് ഡാം തകരുക. ഡാം ബ്രസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഡാം പൊട്ടുക. ഇതൊക്കെ ഏതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റർ ആണ്? ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ്. ഇതൊക്കെ ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ. കെമിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ. കെമിക്കലും ഇൻഡസ്ട്രിയലും ന്യൂക്ലിയർ റിലേറ്റഡുമായിട്ടുള്ള രാസവ്യാവസായിക ആണവ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നാ പറയുന്നത്. കെമിക്കൽ മീൻസ് രാസവളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ. ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ വ്യാവസായികം, ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ആണവോർജം. അപ്പൊ ഈ രാസവ്യാവസായിക ആണവപരമായിട്ടുള്ള ഡിസാസ്റ്ററുകൾ ഏതൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. വ്യാവസായിക ദുരന്തങ്ങളും ന്യൂക്ലിയർ ഡിസാസ്റ്റർ വാതക ചോർച്ചകളൊക്കെ, അതായത് ആണവ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുക. വാതക ചോർച്ച സംഭവിച്ച് വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെയാണ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ എന്ന് പറയുക. അതൊക്കെയാണ് ഏതിൽ വരുന്നത്? കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ. ഇനി നിങ്ങൾക്ക് അതിൽ എടുക്കാനുള്ളത് ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ആണ്. അതടുത്ത ഇതില് നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ദുരന്തങ്ങളെ എങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്, വാട്ടറിന്റെ അടിസ്ഥാനത്തിലും ജിയോളജിയുടെ അടിസ്ഥാനത്തിലും കെമിക്കലിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ
ടൈപ്സ് ഓഫ് ഡിസാസ്റ്ററിലെ 4th ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് പറഞ്ഞു, ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് പറഞ്ഞു, ആക്സിഡൻ്റ് റിലേറ്റഡ്, അതേപോലെ തന്നെ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടൈപ്സ് ആണ് ആക്സിഡൻറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ. ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ആക്സിഡൻറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ആക്സിഡൻ്റൽ അഥവാ ആക്സിഡൻറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഫയർ, കാട്ടുതീയ്, അർബൻ ഫയർ, നഗരങ്ങളിലുള്ള തീപിടുത്തം, നഗര തീപിടുത്തം. നമുക്ക് ഷോർട്ടേജൊക്കെ, അതായത് ലൈൻ സർക്കുലേഷനിൽ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഷോർട്ടേജൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തമാണ് അർബൻ ഫയർ. കാരണം അർബൻ ഫയർ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിൽ അഗ്നി പടർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റു ഷോപ്പുകളിലേക്കൊക്കെ അത് പടർന്നു പോവാൻ, വ്യാപിക്കാൻ കാരണമാകും. അതുകൊണ്ട് അർബൻ ഫയർ വലിയൊരു ഡിസാസ്റ്ററാണ്. മൈൻ ഫയർ, അതേപോലെ തന്നെ മൈൻ ഫയർ, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഏതാണ് മൈൻ ഫ്ലോഡിങ്, പിന്നെ എണ്ണ ചോർച്ച എന്നൊക്കെ പറയും. ഓയിൽ സ്പില്ലാണ് എണ്ണ ചോർച്ച. മൈൻ ഫയർ, അതേപോലെ തന്നെ മൈൻ ഫ്ലോഡിങ്, മേജർ ബിൽഡിംഗ് കൊളാപ്സ്, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ബോട്ട് ക്യാപ്സൈസിങ്, വില്ലേജ് ഫയർ. ഒന്നും കൂടി വ്യക്തമാക്കി തരാം. ഫോറസ്റ്റ് ഫയർ, അർബൻ ഫയർ, മൈൻ ഫയർ. അതായത് മൈൻ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പദാർത്ഥങ്ങളും കുഴിച്ചെടുക്കുമ്പോഴോ, അതേപോലെ തന്നെ നമ്മൾ രാസപദാർത്ഥങ്ങളോ, അതേപോലെ തന്നെ മറ്റ് ക്വാറികളിലൊക്കെ നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ കല്ല് കുത്തിയെടുക്കുക അല്ലെ, അപ്പോഴൊക്കെ എന്ത് സംഭവിക്കാം? ഫയറിങ് ഉണ്ടാവാം. മൈൻ ഫയർ, മൈൻ ഫ്ലൂഡിങ്, ഓയിൽ സ്പില്ല് എണ്ണ ചോർച്ച, ബിൽഡിംഗ് കൊളാപ്സ് ബിൽഡിങ് കെട്ടിടങ്ങൾ താഴേക്ക് വീഴുക, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ബോംബ് വന്ന് പതിക്കല്, ബോംബ് ബ്ലാസ്റ്റ്, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസാസ്റ്റർ. നമുക്കറിയാം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ദുരന്തത്തിന് കാരണമാകാം. ഒരുപാട് ആളുകൾ കുറച്ച് പ്ലേസിൽ ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഫെസ്റ്റിവലുമായിട്ട് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ പടക്കം പൊട്ടിക്കുമ്പോഴോ, അതല്ലെങ്കിൽ ആളുകൾ ഒരുപാട് തിരക്ക് കൂടുമ്പോഴോ, അങ്ങനെ തിക്കിലും തിരക്കിലൊക്കെ പെട്ട് ആളുകൾ മരണപ്പെടാം. അതൊക്കെ ദുരന്തത്തിന് കാരണമാണ്. അതേപോലെ തന്നെ പിന്നെന്താണ് ബോട്ട് ക്യാപ്സൈസിങ്, ബോട്ട് അപകടങ്ങളെ, വില്ലേജ് ഫയർ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഫയർ, ഇതൊക്കെയാണ് ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ആണ്. ഇനി ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്താ നോക്കാം. ബയോളജിക്കൽ അസാഡ്, അതായത് ബയോളജിക്കൽ ഡിസാസ്റ്ററിൽ വരുന്നതാണ് ബയോളജിക്കൽ അപകടങ്ങൾ. അതായത് നമ്മൾ ലാബിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചില സമയത്ത് പലതരത്തിലുള്ള അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ബയോളജിക്കൽ അസാഡ്. ബയോളജിക്കലായിട്ടുള്ള അസാഡുകളെ എപ്പിഡമിക്സ്, പലതരത്തിലുള്ള പകർച്ചവ്യാധികളെ, നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ എപ്പിഡമിക്സ് എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കൊറോണ. അപ്പോൾ എത്രയോ ലാബിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, നിപ്പ, കൊറോണ, അതുപോലെയുള്ള പല അസുഖങ്ങളും പിടിപെടാൻ വളരെ സാധ്യത കൂടുതലാണ്. ആളുകളിലേക്കും ഈ ബയോളജിക്കൽ ഡിസാസ്റ്ററിന് പ്രധാനമായ ഉദാഹരണമാണ് ഈ എപ്പിഡമിക്സ്. എപ്പിഡമിക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊറോണ വൈറസിനെ ചൂണ്ടിക്കാണിക്കാം. കാരണം നമ്മൾ അനുഭവിച്ചതാണ്. 2020-21 കാലഘട്ടത്തിലൊക്കെ നമ്മൾക്ക് കൊറോണ വ്യാപിച്ചതിനെ തുടർന്ന് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു.
അപ്പോൾ ആ ഒരു കൊറോണയുടെ വ്യാപനം എന്നത് പോലും രോഗവ്യാപനത്തിന് ഇവിടെ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതേപോലെ തന്നെ പിന്നെ ഏതാ പറയുന്നത്, പെസ്റ്റ് അറ്റാക്ക്. പെസ്റ്റ് പറഞ്ഞാൽ എന്താ? കീടങ്ങളുടെ ആക്രമണം. കേറ്റിൽ എപ്പിഡമിക്സ്. അതേപോലെ തന്നെ കന്നുകാലികളിൽ നിന്നുണ്ടാകുന്ന രോഗവ്യാപനം, കന്നുകാലികളിൽ നിന്നുണ്ടാകുന്ന പകർച്ചവ്യാധികളെ. ഫുഡ് പോയിസണിങ്, ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ചില ഷവർമയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ ഉണ്ടാവാറുണ്ട്. കേടുവന്ന പദാർത്ഥങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും പലതരത്തിലുള്ള കേക്കുകളും ഐസ്ക്രീമുകളും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കേടുവന്നത് കഴിക്കുമ്പോൾ ആളുകൾക്ക് എന്ത് സംഭവിക്കാം? മരണം സംഭവിക്കാം. അപ്പൊ ഫുഡ് പോയിസണും ഒരു ദുരന്തത്തിന്റെ മറ്റൊരു കാരണമാണ്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററും ഉണ്ട്, ബയോളജിക്കൽ ഡിസാസ്റ്ററും ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ്. നാച്ചുറൽ ഡിസാസ്റ്റർ. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്നാണ് ചോദ്യം. ഏതൊക്കെ തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ ആണുള്ളത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റർ അത് ഏകദേശം 11 പോയിന്റുകളോളം നമുക്കതിൽ പഠിക്കാനുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്ററിൽ അതിൽ ഓരോ പോയിന്റും ടീച്ചർ ആദ്യം ഈ 11 പോയിന്റും ജസ്റ്റ് ഒന്ന് പറയും, പിന്നെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. ഓക്കെ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, നാച്ചുറൽ ഡിസാസ്റ്ററിൽ എർത്ത് കേക്ക്. എർത്ത് കേക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി കുലുങ്ങുന്നതിനെയാണ് നമ്മൾ എർത്ത് കേക്ക്സ് എന്ന് പറയുക. അതാണ് ഫസ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ. സെക്കൻഡ് പോയിന്റ് വോൾക്കാനിക് എറപ്ഷൻ. അതേപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം. വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം. അതേപോലെ തേർഡ് വൺ ലാൻഡ് ഫ്ലൈഡ്സ്. ലാൻഡ് ഫ്ലൈഡ്സ് പറഞ്ഞാൽ മണ്ണിടിച്ചില്. സുനാമി, വലിയ വലിയ കടൽ തിരകൾ വരുന്നതിനെയാണ് സുനാമി എന്ന് പറയുക. അതേപോലെ തന്നെ അവഞ്ചസ്. അവഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹിമപാതങ്ങൾ, വലിയ വലിയ മഞ്ഞു കട്ടകൾ താഴേക്ക് പതിക്കുന്നതിനെയാണ് അവഞ്ചസ് എന്ന് പറയുക. ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം. എക്സ്ട്രീം ടെമ്പറേച്ചർ. എക്സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തീവ്രമായ താപനില വർദ്ധിക്കുക. ഡ്രോട്ട്, വരൾച്ച. വൈൽഡ് ഫയർ, കാട്ടുതീയ്. സൈക്ലോൺ ആൻഡ് സ്റ്റോം സർജസ്, ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് ഇവിടെ 11 പോയിന്റുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എർത്ത് കേക്കിന്റെ പ്രത്യേകത എന്താ എന്ന് നമുക്ക് നോക്കാം. എർത്ത് കേക്ക്. എർത്ത് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമി കുലുക്കം. എർത്ത് കേക്ക് ഈസ് ദ റിസൾട്ട് ഓഫ് ഫോഴ്സസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രക്ചറൽ ഡിഫോർമേഷൻ കീപ്പ് വിത്ത് ദ എർത്ത് ഇന്റീരിയർ, sudden break within the upper layers of the earth, resulting in the vibration of the ground, which when strong enough causes the collapse of buildings and destruction of life and property. അതായത് എർത്ത് കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എർത്ത് കേക്ക് ഈസ് ദ റിസൾട്ട് ഓഫ് ഫോഴ്സസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രക്ചറൽ ഡിഫോർമേഷൻ ഡീപ്പ് വിത്തിൻ ദ എർത്ത് ഇന്റീരിയർ. അതായത് ഭൂമിയുടെ അടിയിൽ നിന്നും ഉണ്ടാകുന്ന ശക്തമായ പ്രകമ്പനങ്ങളെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എർത്ത് കേക്ക്. എർത്ത് കേക്ക് എന്നുകൊണ്ട് ആഴത്തിലുള്ള രൂപഭേദം സംഭവിക്കുന്നതിനും ഭൂമിയുടെ കമ്പനത്തിനും കാരണമാകുന്ന ശക്തികളുടെ ഫലമായാണ് എന്തുണ്ടാകുന്നത്? എർത്ത് കേക്ക് ഉണ്ടാകുന്നത്. ആഴത്തിലുള്ള രൂപഭേദം സംഭവിക്കുന്നതിനും ഭൂമിയുടെ കമ്പനത്തിനും കാരണമാകുന്ന ശക്തികളുടെ ഫലമാണ് എന്ത്? ഭൂകമ്പം. ആ ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് ബിൽഡിങ്ങും പ്രോപ്പർട്ടി, നമ്മളുടെ സ്ഥലവും ഭൗമോപരിതലത്തിന് തന്നെ കേടുപാട് സംഭവിക്കും. മാത്രമല്ല ബിൽഡിങ്ങുകളും പ്രോപ്പർട്ടികളും ഒക്കെ നശിക്കാൻ കാരണമാകുന്നു. ഇതാണ് എർത്ത് കേക്ക്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് വോൾക്കാനിക് എറപ്ഷൻ. വോൾക്കാനിക് എറപ്ഷൻ നാട്ടോ, വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ.
എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുക? അതായത് volcanic eruption happen when have and gas are discharged from a volcanic vent. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒരു അഗ്നിപർവ്വത ദ്വാരത്തിൽ നിന്നും ലാവയും വാതകവും പുറന്തള്ളപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒരു അഗ്നിപർവ്വതത്തിന്റെ ദ്വാരത്തിൽ നിന്നും എന്തൊക്കെ പുറന്തള്ളപ്പെടുന്നുണ്ട്? ലാവ ആൻഡ് ഗ്യാസ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത ദ്വാരത്തിൽ നിന്നും ലാവയും അതേപോലെ തന്നെ പിന്നെന്താണ്? ഗ്യാസും വാതകവും പുറന്തള്ളപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിക്കുന്നത്. മാത്രല്ല ഏറ്റവും അപകടകരമായ തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനത്തെ തിളങ്ങുന്ന ഹിമവാതം എന്ന് വിളിക്കുന്നു. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അഗ്നിപർവ്വത സ്ഫോടനത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്ലോവിംഗ് അവഞ്ച്. ഗ്ലോവിംഗ് അവഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? തിളങ്ങുന്ന ഹിമവാതം. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള അഗ്നിപർവ്വതത്തെ അറിയപ്പെടുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തെ അറിയപ്പെടുന്ന പേരാണ് എന്താണ് അറിയപ്പെടുന്നത്? ഗ്ലോവിംഗ് അവലഞ്ച്. അതായത് തിളങ്ങുന്ന ഹിമവാതം എന്ന് അറിയപ്പെടുന്നു. അതേപോലെ തന്നെ പിന്നെ ഇവിടെ പറയുന്നത് എന്താ? ദിസ് ഈസ് വെൻ ഫ്രഷ്ലി എറപ്റ്റഡ് മാഗ്മ ഫോം ഹോട്ട് pyroclastic flows which have temperature of up to 1200 degrees Celsius. പുതുതായി പൊട്ടിത്തെറിച്ച മാഗ്മ 1200 സെൽഷ്യസ് വരെ താപനിലയുള്ള ചൂടുള്ള പൈറോക്ലാസ്റ്റിക് പ്രവാഹങ്ങൾ രൂപപ്പെടുന്ന സമയമാണിത്. ഇപ്പൊ മാഗ്മയിൽ നിന്നും 1200 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള ചൂടുള്ള പൈറോക്ലാസ്റ്റിക് എന്താണ് പുറന്തള്ളപ്പെടുക? അഗ്നിപർവ്വത സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാഗ്മയുടെ ചൂട് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസാ? 1200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരുന്നു എന്നാ പറയുന്നത്? പൈറോക്ലാസ്റ്റിക് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഇതാണ് ഏതിലൂടെ വ്യക്തമാക്കി തരുന്നത്? വോൾക്കാനിക് എറപ്ഷൻ. വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അതാണ് നാച്ചുറൽ ഡിസാസ്റ്ററിലെ സെക്കൻഡ് പോയിന്റ്. ഇനി നാച്ചുറൽ ഡിസാസ്റ്ററിലെ തേർഡ് പോയിന്റിലേക്കാണ് നമ്മൾ പറയുന്നത്. ലാൻഡ് ഫ്ലൈഡ്. ലാൻഡ് ഫ്ലൈഡ്, മണ്ണിടിച്ചിൽ. ലാൻഡ് ഫ്ലൈഡ് ഉണ്ടാവുക എങ്ങനെയാണ്? മണ്ണിടിച്ചിൽ എന്നത് ഏതിന്റെ ഫലമായിട്ടാ? എ ലാൻഡ് ഫ്ലൈഡ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോയിൽ ഓർ rock controlled by gravity and speed of the movement usually ranges between slow and rapid. മണ്ണിടിച്ചിൽ എന്നത് ഗുരുത്വാകർഷണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മണ്ണിന്റെയോ പാറയുടെയോ ചലനമാണ്. സോയിൽ ഓർ റോക്ക്. ലാൻഡ് ഫ്ലൈഡ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോയിൽ ഓർ റോക്ക്. സോയിൽ മണ്ണ്, റോക്ക് പാറ, പാറയുടെയും മണ്ണിന്റെയും ചലന ഫലമായിട്ടാണ് ഏതുണ്ടാകുന്നത്? ലാൻഡ് ഫ്ലൈഡ്, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. മണ്ണിടിച്ചിൽ എന്നത് ഗുരുത്വാകർഷണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അതായത് ഗ്രാറ്റിവിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ദ മൂവ്മെന്റ് യൂഷ്വലി റേഞ്ച് ബിറ്റ്വീൻ സ്ലോ ആൻഡ് റാപ്പിഡ്. ഗുരുത്വാകർഷണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മണ്ണിന്റെയോ പാറയുടെയോ മൂവ്മെന്റ് ആണ് ഏത്? സോയിലിന്റെയോ റോക്കിന്റെയോ മൂവ്മെന്റ് ആണ് ഏത്? ലാൻഡ് ഫ്ലൈഡ്. മാത്രല്ല ചലനത്തിന്റെ വേഗത സാധാരണയായി സാവധാനത്തിലും വേഗത്തിലും വ്യത്യാസപ്പെടുന്നു. നമ്മുടെ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സദാസമയവും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അച്ചുതണ്ടില്. അപ്പോ ഭൂമിയുടെ ചലനത്തിൽ വ്യത്യാസം ഉണ്ടാവുമ്പോൾ അത് സ്ലോ ആയിട്ടും ഹൈ ആയിട്ടും മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. ഇത് ഉപരിതലത്തിലും ആഴത്തിലും ഉള്ളതായ ചെരിവിന്റെ ഒരു ഭാഗമായൊരു എന്തുണ്ടായിരിക്കുന്ന അവിടെ പറയുന്നത്? ഫ്ലോപ്പ്. ഫ്ലോപ്പ് അതായത് ഉയരമുള്ളതും ചെരിഞ്ഞതുമായ ഭാഗത്ത് നിന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുക. മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഏരിയയുടെ പ്രത്യേകത എങ്ങനെയായിരിക്കും? ഉയരം ഉണ്ടാവും, ചെരിവ്. ഇതാണ് ഫ്ലോപ്പ്. ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫ്ലോപ്പ്
ഇങ്ങനെയുള്ള ഇത് കുന്നുമാണ്, ഉയരവുണ്ട് ഒപ്പം ചെരിവും ഉണ്ട്. ഇങ്ങനെ കുന്നിന്റെ മുകളിലെ ചെരിഞ്ഞ ഭാഗത്ത് നിന്നാണ് ഭൂമിയിൽ എന്തുണ്ടാവുമ്പോൾ വ്യതിയാനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുക, ഈ ഉയർന്ന ചെരിഞ്ഞ ഭാഗത്ത് നിന്നാണ് താഴേക്ക് മണ്ണ് പതിക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ എന്തുണ്ടാകുന്നത് എന്ന് പറയുന്നത്, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പൊ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഗുരുത്വാകർഷണത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന മണ്ണിന്റെയോ പാറയുടെയോ ചലനമാണ്. മാത്രല്ല ചലനത്തിന്റെ വേഗത ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. അങ്ങനെ ആഴത്തിലുള്ളതും അതേപോലെ തന്നെ ഭൗമോപരിതലത്തിന്റെ ചെരിവിന്റെ ഭാഗമായിട്ട് സ്ലോപ്പ് ഉണ്ടാകും. ഒരു ചെരിവുണ്ടായിട്ട് ഉയർന്ന ഭാഗമാണ്. ഇങ്ങനെ ഉയർന്ന ഭാഗത്ത് നിന്നും ചെരിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിലാണ് മണ്ണ് ഒലിച്ചു കുത്തനെ താഴേക്ക് പതിക്കുക. ഇതാണ് ഏതിന് കാരണമാകുന്നത്? മണ്ണിടിച്ചിലിന് കാരണമാകുന്നത്. അടുത്ത പോയിന്റാണ് സുനാമി. എന്താണ് സുനാമി? ശ്രദ്ധിച്ചോളൂ. സുനാമി ജപ്പാനീസ് ഫോർ ഹാർബർ വേവ്. ജപ്പാനീസ് ഭാഷയിൽ തുറമുഖ തിരമാല എന്നാണ് സുനാമിയെ അറിയപ്പെടുന്നത്. ജപ്പാനീസ് ഫോർ ഹാർബർ വേവ്. വേവ് പറഞ്ഞാൽ എന്താ? തിരമാല. ഹാർബർ വേവ് പറഞ്ഞാൽ എന്താ? തുറമുഖ തിരമാല. അപ്പൊ സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനീ ഭാഷയിലെ തുറമുഖ തിരമാല എന്നാണ്. സുനാമി ഈസ് ജപ്പാനീസ് ഫോർ ഹാർബർ വേവ്, also known as seismic sea wave, are a series of very large wave with extremely long wavelength in the deep ocean. The length from crest of crest may be 100 km and more. സുനാമി. അപ്പൊ ഞാൻ പറഞ്ഞു സുനാമി എന്ന് പറയുന്നത് ജപ്പാനീ ഭാഷയിലെ തുറമുഖ തിരമാലയെയാണ് സുനാമി എന്ന് പറയുക. മാത്രല്ല വളരെ നീണ്ട തരംഗ ദൈർഘ്യമുള്ള വളരെ വലിയ തിരമാലകളുടെ പരമ്പരയാണ്. വളരെയധികം നീണ്ട തരംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കറിയാം, കടൽ കാണാത്ത ആരും ഉണ്ടാവില്ല. കടലിന്റെ തിരമാലകൾ ഇങ്ങനെ ഒന്നിച്ചിട്ടാണ് വരിക അല്ലെ. അങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ അതൊരു തരംഗം പോലെയാണ്. അങ്ങനെ അത് ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ വളരെ ഉയരത്തില് കടൽ തിരമാലകൾ വരുന്നതാണ് എന്തായി മാറുക? അല്ല, ഒരു ബിൽഡിങ്ങിനെക്കാട്ടിലും ഹൈറ്റില്, ഒരു ബിൽഡിങ്ങിനേക്കാൾ ഒരു 10 നിലയുടെ ഉയരത്തിലൊക്കെ ആയിരിക്കും സുനാമി തിരകൾ വരിക. അപ്പൊ അത്തരത്തിലുള്ള തിരമാലകളുടെ തരംഗത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുനാമി എന്ന് പറയുന്നത്. ആഴക്കടലിൽ കൊടുമുടി മുതൽ കൊടുമുടി വരെയുള്ള 100 km. ആഴക്കടലിലെ കൊടുമുടി മുതൽ കൊടുമുടി വരെയുള്ള ക്രസ്റ്റ് ടു ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൊടുമുടി. കൊടുമുടി മുതൽ കൊടുമുടി വരെയുള്ള 100 കിലോമീറ്റർ ദൂരം, km 100 km കൂടുതലുള്ളതാകാം ഏത്? സുനാമി തിരകൾ. ഇപ്പൊ സുനാമി തിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുമുടി മുതൽ കൊടുമുടി വരെ, ഒരു കൊടുമുടി തൊട്ട് മറ്റൊരു കൊടുമുടിക്ക് എത്തുന്ന ഉയരത്തിലുള്ള 100 കിലോമീറ്റർ വരെ ഉയരം. ഇപ്പൊ നമ്മള് 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാവും? അത്രയും ഉയരമായിരിക്കും എന്തിനുണ്ടായിരിക്കുക? ഈ തിരമാലകളുടെ തരംഗത്തിനുണ്ടായിരിക്കുക. അങ്ങനെ വന്നു പതിക്കുന്ന തിരമാലകളെയാണ് സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമായിട്ടുണ്ടായിരിക്കും. മാത്രല്ല ഭൂകമ്പം, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലെ പെട്ടെന്നുള്ള സ്ഥാനചലനമാണ് ഇതുണ്ടാകാൻ കാരണമാകുന്നത്. എർത്ത് കേക്ക്, ലാൻഡ് ഫ്ലൈഡ്സ്, വോൾക്കാനിക്. എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പം. അതേപോലെ തന്നെ ലാൻഡ് ഫ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിടിച്ചില്. പിന്നെന്താ? വോൾക്കാനിക്. അപ്പൊ എർത്ത് കേക്കും വോൾക്കാനിക്കും ലാൻഡ് ഫ്ലൈഡും ഒക്കെയാണ് ഏതുണ്ടാകാൻ കാരണമാകുന്നത്? സുനാമി ഉണ്ടാകാൻ കാരണമാകുന്നത്. ഒരു സ്ഥലത്ത് മണ്ണിടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും സുനാമി ഉണ്ടായിട്ടുണ്ടാവും. ഭൂമിയിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതൊക്കെ, അതിൻ്റെയൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും എവിടെയും കാണപ്പെടാം, കടലിലും കാണപ്പെടാം. ഇപ്പൊ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഭൂകമ്പം, എർത്ത് കേക്കും ലാൻഡ് ഫ്ലൈഡും. അതേപോലെ തന്നെ പിന്നെ ഏതാ? എർത്ത് കേക്ക്, ലാൻഡ് ഫ്ലൈഡ്, വോൾക്കാനിക്. അപ്പോൾ എർത്ത് കേക്ക് ആയാലും വോൾക്കാനിക് ആയാലും
അതേപോലെ തന്നെ ലാൻഡ് ഫ്ലൈഡ് ആയാലും അതൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ്. ആ പ്രോബ്ലം ആണ് കടലിൽ എന്തുണ്ടാക്കാൻ കാരണമാകുന്നത്? സുനാമി തിരകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. 100 കിലോമീറ്ററിന്റെ രീതിയിലാണ് സുനാമി തിരകൾ മുകളിലേക്ക് ഉയരുക. ക്രസ്റ്റ് ടു ക്രസ്റ്റ്, ഒരു കൊടുമുടിയിൽ നിന്നും മറ്റൊരു കൊടുമുടിയിലേക്ക് പതിക്കുന്ന തക്കത്തിലുള്ള ശക്തമായ തിരമാലകളായിരിക്കും സുനാമി തിരകൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അവഞ്ചേഴ്സ്. അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമപാതങ്ങൾ. നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അവഞ്ചേഴ്സ്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്ററിലെ 5th പോയിന്റ് ആണ് അവഞ്ചേഴ്സ്. എന്താണ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ഹിമപാതങ്ങൾ. ഹിമപാതങ്ങൾ, ഹിമം, മഞ്ഞ് താഴേക്ക് പതിക്കുന്നതിനെയാണ് നമ്മൾ അവഞ്ചേഴ്സ് എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കൂ. Avenge describe a quantity of snow or ice that flied down a mountain side under the force of gravity. It occurs if the load on the upper snow layers exceeds the bonding forces of the entire mass of snow. അതായത് ഗുരുത്വാകർഷണ ബലത്താൽ ഒരു പർവ്വത ചെരുവിലൂടെ താഴേക്ക് വീഴുന്ന മഞ്ഞിൻ്റെയോ ഹിമത്തിൻ്റെയോ അളവിനെയാണ് ഹിമപാതങ്ങൾ എന്ന് വിളിക്കുന്നത്. അവഞ്ചേഴ്സ് ഡിസ്ക്രൈബ് ക്വാണ്ടിറ്റി ഓഫ് സ്നോ ഓർ ഐസ് ദ ഫ്ലൈഡ് ഡൗൺ മൗണ്ടൻ സൈഡ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി പറഞ്ഞാൽ എന്താ? ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലത്താൽ ഒരു പർവ്വത ചെരുവിലൂടെ താഴേക്ക് വീഴുന്ന മഞ്ഞിൻ്റെയോ സ്നോവിൻ്റെയോ അതേപോലെ തന്നെ ഐസ് ഹിമത്തിൻ്റെയോ മഞ്ഞിൻ്റെയോ അളവിനെയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഹിമപാതങ്ങൾ എന്ന് വിളിക്കുന്നത്. അവഞ്ചേഴ്സ് describe a quantity of snow or ice that fly down a mountain side under the force of gravity. ഗുരുത്വാകർഷണ ബലത്താൽ ഒരു പർവ്വത ചെരുവിലൂടെ താഴേക്ക് വീഴുന്ന മഞ്ഞിൻ്റെയോ ഹിമത്തിൻ്റെയോ അളവിനെയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഹിമപാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് occur if the load on the upper snow layers exceed the bonding forces of the entire mass of snow. മുകളിലെ മഞ്ഞുപാളികളിലെ ഭാരം മുഴുവൻ മഞ്ഞുപാളിയുടെയും ബോണ്ടിങ് ശക്തികളെ കവിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മലപ്രദേശമാണെങ്കിൽ ആ മലയിൽ നിങ്ങൾക്ക് അറിയാം, കാശ്മീരിനെ കണ്ണിൽ കാണുക. കാശ്മീർ പോലെയുള്ള മേഖലകളിലാണ് ഹിമപാതങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഒരു വലിയ പർവ്വത മേഖലയിൽ നിന്നും മഞ്ഞുപാളികൾ ആ പർവ്വതത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ മഞ്ഞ് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് താഴേക്ക് പതിക്കുന്നത്. മുകളിലെ മഞ്ഞുപാളികളിലെ ഭാരം മുഴുവൻ താഴേക്ക് പതിക്കുമ്പോഴാണ് എന്തു സംഭവിക്കുന്നത്? ഹിമപാതങ്ങൾ സംഭവിക്കുന്നത്. മാത്രല്ല പിന്നെ അങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ എന്തൊക്കെ താഴേക്ക് വീഴുന്ന പറയുന്നത്? മഞ്ഞുപാളികൾ താഴേക്ക് പതിക്കുമ്പോൾ ഒപ്പം എന്തൊക്കെ ഉണ്ടാവും? സോയിലും റോക്കൊക്കെ ഉണ്ടാവും കേട്ടോ, കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. വെറും മഞ്ഞു മാത്രമല്ല ഹിമപാതത്തിൽ താഴേക്ക് പതിക്കുക. വലിയ വലിയ പർവ്വതങ്ങളിൽ നിന്നും മഞ്ഞ് താഴേക്ക് പോരുമ്പോൾ ആ മഞ്ഞിൻ്റെ ഒപ്പം മണ്ണും ഉണ്ടായിരിക്കും, പാറയുണ്ടായിരിക്കും. അത് വളരെ ഡേഞ്ചറാണ്. വലിയ വലിയ മലമ്പ്രദേശങ്ങളുടെ താഴത്ത് വീടുകളും നഗരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നും മഞ്ഞ് കട്ടകൾ താഴേക്ക് പതിക്കുമ്പോൾ ആ മഞ്ഞു കട്ടകളുടെ ഉള്ളിൽ എന്തെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ടാവും? മണ്ണും ഉണ്ടായിരിക്കും, പാറയുണ്ടായിരിക്കും. അത് നമ്മളുടെ പ്രദേശങ്ങൾ തകർക്കാൻ കാരണമാകും. ഇതാണ് ഹിമപാതങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിമപാതങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഗുരുത്വാകർഷണ ബലത്താല് പർവ്വത ചെരുവിലൂടെ എന്ത് താഴേക്ക് വിടുന്നു? മഞ്ഞിന്റെ അളവ് താഴേക്ക് പതിക്കുന്നതാണ് ഏത്? അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവഞ്ചേഴ്സ് describe a quantity of snow or ice that flied down mountain side under the force of gravity. ഗുരുത്വാകർഷണ ബലത്താൽ മൗണ്ടൻ ചെരുവിലൂടെ താഴേക്ക് വീഴുന്ന മഞ്ഞിൻ്റെയോ ഹിമത്തിൻ്റെയോ അളവിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹിമപാതങ്ങൾ എന്നറിയപ്പെടുന്നത്.
മാത്രല്ല ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന ആ മഞ്ഞിൽ എന്തെല്ലാം കാര്യങ്ങൾ നിറഞ്ഞിരിക്കും? പാറക്കഷ്ണങ്ങളും ഉണ്ടായിരിക്കും, മണ്ണും ഉണ്ടായിരിക്കും. അത് താഴെ അപ്പൊ മഞ്ഞ് മാത്രല്ല താഴേക്ക് പതിക്കുക, മഞ്ഞ് കട്ടകൾ താഴേക്ക് പോരുമ്പോൾ അതിൻ്റെ കൂടെ പാറക്കഷ്ണങ്ങളും മഞ്ഞും നിറഞ്ഞുകൊണ്ടുള്ള, മഞ്ഞിൻ്റെ ഒപ്പം തന്നെ പാറക്കഷ്ണങ്ങളും മണ്ണും നിറഞ്ഞുകൊണ്ടായിരിക്കും താഴേക്ക് പതിക്കുക. അത് വളരെ നമ്മളുടെ നമ്മൾ ആ പതിക്കുന്ന സ്ഥലത്ത് നാശം വിതയ്ക്കാൻ കാരണമാകും. അടുത്ത പോയിന്റാണ് ഫ്ലഡ്സ്. വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം എന്ന് എന്താന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളപ്പൊക്കം, ഫ്ലഡ്സ് ഒക്കെ ഫേസ് ചെയ്തവരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കത്തെ ഒന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം 2018 ഫ്ലഡ്സിൽ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിൽ മൂടിക്കടന്നപ്പോൾ എന്തൊക്കെ നമ്മൾ അതിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയാം. അപ്പോൾ വെള്ളപ്പൊക്കത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഫ്ലഡ്സ് ആർ ആൾസോ എ റെഗുലർ ഫിനോമിനൻ ഓഫ് ദ കൺട്രി. ആൾമോസ്റ്റ് എവരി ഇയർ one of the other parts of the country is frequently affected by floods. Floods is an overflow of water on land which is usually dry. Sometimes water reservoirs get flushed too much with water resulting in flood in the nearby region. വെള്ളപ്പൊക്കം രാജ്യത്ത് ഒരു പതിവ് പ്രതിഭാസമാണ്. ഫ്ലഡ്സ് ആർ ആൾസോ റെഗുലർ ഫിനോമിനൻ എന്നാ പറയുന്നത്. വെള്ളപ്പൊക്കം നമ്മുടെ രാജ്യത്തെ ഒരു പതിവ് പ്രതിഭാസമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, വെള്ളപ്പൊക്കത്തെ കണക്കാക്കുന്നത്. മിക്കവാറും എല്ലാ വർഷവും രാജ്യത്തിൻ്റെ ഒന്നോ അതിലധികമോ ഭാഗങ്ങൾ എന്ത് ബാധിക്കപ്പെടുന്നു? വെള്ളപ്പൊക്കം ബാധിക്കുന്നു. ഇപ്പൊ വെള്ളപ്പൊക്കം രാജ്യത്തെ ഒരു പതിവ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. മാത്രല്ല ഓരോ വർഷവും എന്താണ് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. കൂടുതലായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് എന്നാ പറയുന്നത്? ഫ്ലഡ് ഈസ് ആൻ ഓവർഫ്ലോ ഓഫ് വാട്ടർ ഓൺ ലാൻഡ് വിച്ച് ഈസ് യൂഷ്വലി ഡ്രൈ. വരണ്ട പ്രദേശങ്ങൾ, വെള്ളം താഴ്ന്നിറങ്ങാത്ത വരണ്ട പ്രദേശങ്ങളിലാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുക. നല്ല മണ്ണുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. കാരണം സോയിൽ അഥവാ മണ്ണിന് വെള്ളത്തെ വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. മണ്ണില്ലാത്ത പരന്ന ഡ്രൈ ആയി കിടക്കുന്ന വരണ്ട പ്രദേശങ്ങളിലാണ് പലപ്പോഴും എന്തുണ്ടാകാറുള്ളത്? വെള്ളപ്പൊക്കം ഉണ്ടാകാറുള്ളത്. വെള്ളം കവിഞ്ഞൊഴുകുന്നതിനെയാണ്, അങ്ങനെ വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങാതെ വെള്ളം കവിഞ്ഞൊഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലഡ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ sometimes a water resource, river, lake or pond get flushed too much with water resulting in flood in the nearby region. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ നദി, തടാകം, കുളം എന്നിവയൊക്കെ നിറഞ്ഞൊഴുകുമ്പോഴും എന്തിന് കാരണമാകാം? റിവറും ലേക്കും പോണ്ടും, നദിയും തടാകവും കുളവും, റിവർ, ലേക്ക്, പോണ്ട്, ഇതൊക്കെ നിറഞ്ഞൊഴുകുമ്പോഴും എന്തിന് കാരണമാകുന്ന പറയുന്നത്? വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 6 പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. 7ാമത്തെ പോയിന്റ് ആണ് എക്സ്ട്രീം ടെമ്പറേച്ചർ. തീവ്രമായ താപനില. എക്സ്ട്രീം ടെമ്പറേച്ചർ. വാട്ട് ഈസ് മീൻ ബൈ എക്സ്ട്രീം ടെമ്പറേച്ചർ? തീവ്രമായിട്ടുള്ള താപനില. നമുക്ക് നോക്കാം. എ ഹീറ്റ് വേവ് is a prolonged period of excessively hot and sometimes also humid weather relative to normal climate pattern of a certain region. ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ കാലാവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൂട് കാലാവസ്ഥ നീണ്ടു നിൽക്കുന്നു. മാത്രമല്ല അന്തരീക്ഷത്തിലെ സ്തംഭനാവസ്ഥയും മോശമാവുകയും ഇതുമൂലം പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്ന അവസ്ഥയാണ് എക്സ്ട്രീം ടെമ്പറേച്ചർ. ഒരു പ്രത്യേക പ്രദേശത്ത് സാധാരണയായി കാലാവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാലാവസ്ഥ ചൂട് കൂടി നിൽക്കുക, അന്തരീക്ഷത്തിൽ ചൂട് വളരെയധികം ഹൈ ആയിട്ട് നിലനിൽക്കുന്ന അവസ്ഥയാണ് ഏത്? എക്സ്ട്രീം ടെമ്പറേച്ചർ.
കേരളത്തിലെ എക്സ്ട്രീം ടെമ്പറേച്ചർ എപ്പോഴും ഏതൊക്കെ മാസത്തിലാണ് ഉണ്ടാവാറ്? ഏപ്രിൽ മെയ് മാസങ്ങളിൽ അല്ലേ? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിൽ എക്സ്ട്രീം അധിക ചൂട്, തീവ്രമായ താപനില വർദ്ധിക്കാറുള്ളത്. അങ്ങനെ തീവ്രമായ താപനില വർദ്ധിക്കുമ്പോൾ അത് മനുഷ്യന് പലതരത്തിലുള്ള പാരിസ്ഥിതിക ദോഷങ്ങൾക്കും മനുഷ്യന്റെ ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിച്ചതിന്റെ ഫലമായി മനുഷ്യന് ശരീരത്തിൽ ജലാംശത്തിന്റെ കുറവിനും പലതരത്തിലുള്ള മാരകമായ സ്കിൻ പ്രോബ്ലങ്ങൾക്കും അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും മനുഷ്യന് കാരണമാകാം. അതാണ് എക്സ്ട്രീം ടെമ്പറേച്ചർ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡ്രോട്ട്. ഡ്രോട്ട് മീൻസ് വരൾച്ച. എന്താണ് വരൾച്ച എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഡ്രോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡെഫിഷ്യൻസി ഓഫ് റെയിൻഫാൾ ഓവർ ആൻ എക്സ്റ്റെൻഡ് പീരിയഡ്. വരൾച്ചയെ ഇവിടെ നിർവചിക്കുന്നത് ഒരു സീസണിൽ ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തില് പ്രദേശത്തിന്റെ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മഴയുടെ കുറവ് അനുഭവപ്പെടുന്നതിനെയാണ് ഡ്രോട്ട് എന്ന് പറയുക. ഒരു വരൾച്ചയെ, ഡ്രോട്ടിനെ ഇവിടെ നിർവചിക്കുന്നത് ഒരു സീസണിൽ ദീർഘകാലത്തേക്ക് ഒരു പ്രദേശത്തിന്റെ ശരാശരിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നിരവധി വർഷം മഴയുടെ കുറവ് അനുഭവപ്പെടുമ്പോഴാണ് ആ പ്രദേശം എന്താണെന്ന് പറയുന്നത്? ഡ്രോട്ട്, വരൾച്ച എന്ന് പറയുന്നത്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഉത്തരാഖണ്ഡ്, അത് ചില സംസ്ഥാനങ്ങളൊക്കെ വരൾച്ച ഭീഷണിയിലാണ്. ബീഹാർ, രാജസ്ഥാൻ അത്തരം പ്രദേശം. ബീഹാറൊക്കെ എപ്പോഴും വരൾച്ച നേരിടുന്ന മരുഭൂമിയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളാണ്. പക്ഷെ ഈ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. മഴ പെയ്തവേ വെള്ളപ്പൊക്കം ഉണ്ടാകും. കാരണം അവിടെ മണ്ണില്ല. വരണ്ട പ്രദേശത്ത് മണ്ണുണ്ടാവില്ല. മണ്ണുള്ള പ്രദേശങ്ങളിൽ കുറച്ച് മഴ പെയ്താലും, കുറേ മഴ പെയ്താലും കുറച്ച് മഴ പെയ്താലും പ്രശ്നമല്ല. കാരണം മണ്ണിന് വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. പക്ഷേ വരണ്ട പ്രദേശങ്ങളിൽ കുറച്ച് മഴ പെയ്താൽ തന്നെ അത് വെള്ളപ്പൊക്കം, ഫ്ലഡിന് കാരണമാകും. അപ്പോൾ ഇവിടെ ഡ്രോട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡ്രോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ deficiency of rainfall over an extended period, a season of year of several years, relative to the statistical multi-year average for the region. It is insidious phenomenon. അതായത് വരൾച്ചയെ നിർവചിക്കുന്നത് ഒരു സീസണിൽ ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി വർഷങ്ങളായി മഴയുടെ കുറവ് എന്നാണ്. ഇതൊരു എങ്ങനത്തെ പ്രതിഭാസമാണ് എന്നാ പറയുന്നത്? ഇൻസീഡിയസ് എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായ പ്രതിഭാസമാണ്. ദൈവം മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരവസ്ഥയാണ് ഡ്രോട്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഴ പെയ്യാൻ വേണ്ടി യാഗങ്ങൾ നടത്തി എന്നൊക്കെ? അപ്പോ ഈ ഡ്രോട്ടിനെ എങ്ങനെയായിട്ടാണ് ഇവിടെ നിർവചിക്കുന്നത്? ഇൻസീഡിയസ് എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് ഇവിടെ എന്തിനെ പരിഗണിക്കുന്നത്? ഡ്രോട്ടിനെ പരിഗണിക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളായി തീരെ മഴ പെയ്യാത്ത, ശരാശരിക്ക് പോലും താഴെ മഴ പെയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഡ്രോട്ട് എന്ന് പറയുക. ഇതെങ്ങനത്തെ പ്രതിഭാസമാണ് എന്നാ പറയുന്നത്? ഒരു ഇൻസീഡിയസ് ഫിനോമിനനാണ് ഡ്രോട്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് വൈൽഡ് ഫയർ. എന്താണ് വൈൽഡ് ഫയർ എന്ന് പറഞ്ഞാൽ? വൈൽഡ് ഫയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാട്ടുതീയും ഡേഞ്ചർ തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് മൃഗങ്ങളുടെ നാശത്തിലേക്ക്, വംശനാശ ഭീഷണി നേരിടാൻ കാരണമാകും. വൈൽഡ് ഫയർ ഈസ് എ ജനറൽ ടേം വിച്ച് ഇൻക്ലൂഡ് ഫോറസ്റ്റ് ഫയർ, ഗ്രാസ്ലാൻഡ് ഫയർ, ബുഷ് ഫയർ, ബ്രഷ് ഫയർ ആൻഡ് എനി അതർ വെജിറ്റേഷൻ ഫയർ. കാട്ടുതീ എന്നത് ഒരു പൊതുപദമാണ്. വൈൽഡ് ഫയർ എന്ന് പറയുന്നത് ഒരു പൊതുപദമാണ്. ഇതിൽ എന്തൊക്കെ പെടാം? ഫോറസ്റ്റ് എന്ന് പറയുന്നത് വനങ്ങൾ തീപിടിക്കുക. ഗ്രാസ് ഫയർ, പുൽമേടുകളിലെ തീപിടുത്തം. വേനൽക്കാലത്തൊക്കെ പുല്ലൊക്കെ, ഗ്രാസൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് നിൽക്കുമ്പോഴാണ് തീപിടുത്തം ഉണ്ടാവുക പുൽമേടുകളിൽ. പിന്നെ ഏതാ? ബുഷ് ഫയർ, കുറ്റിക്കാടുകളിലെ തീപിടുത്തം. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ബ്രഷ് ഫയർ, ഉയർന്ന താപനിലയിലും അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വൈൽഡ് ഫയർ ഉണ്ടാവാറുള്ളത്?
ഫോറസ്റ്റ് ഫയർ, ഗ്രാഫ് ഫയർ, ബുഷ് ഫയർ, ബ്രഷ് ഫയർ. കാട്ടുതീയ്, ഫോറസ്റ്റ് ഫയർ ഉണ്ടാവും, പുൽമേടുകളിലെ തീപിടുത്തം ഉണ്ടാവും, കുറ്റിക്കാടിലെ തീപിടുത്തം ഉണ്ടാവും. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? വൈൽഡ് ഫയറിന് എക്സാമ്പിളാണ്. മാത്രമല്ല പിന്നെന്താണ് പറയുന്നത്? സ്പീഡ് ഓഫ് വൺ ഓഫ് എ വൈൽഡ് ഫയർ മേ വെരി. പിന്നെന്താണ്? ഉയർന്ന കാറ്റുള്ള സാഹചര്യങ്ങളിൽ തീപിടുത്തത്തിൻ്റെ വേഗത കൂടിയേക്കാം. സ്പീഡ് ഓഫ് വൺ സെറ്റ് ഓഫ് വൈൽഡ് ഫയർ മേ വെരി. അതായത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായി കാറ്റ് വീശിക്കഴിഞ്ഞാൽ ആ തീ മറ്റു ഭാഗങ്ങളിലേക്കും കൂടി പടരാൻ കാരണമാകും എന്നാണ് പറയുന്നത്. അതാണ് വൈൽഡ് ഫയർ. അടുത്ത പോയിന്റ് ആണ് സൈക്ലോൺ ആൻഡ് സ്റ്റോം സർജസ്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുഴലിക്കാറ്റ്. സ്റ്റോം സർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുങ്കാറ്റ്. ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും. ഇവിടെ ശ്രദ്ധിച്ചോളൂ. എ സൈക്ലോൺ ഈസ് എ ലാർജ് സ്കെയിൽ എയർ മാസ് ദാറ്റ് റൊട്ടേറ്റ് അറൌണ്ട് എ സ്ട്രോങ് സെന്റർ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Cyclone is characterized by inward spiraling winds that rotate about a zone of low pressure. The term cyclone refers to the storm cyclonic nature with counter clockwise rotation in northern hemisphere and clockwise rotation in the southern hemisphere. ഇവിടെ എന്താ പറയുന്നത്? താഴ്ന്ന അന്തരീക്ഷമുള്ള സെന്റർ ഓഫ് ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നാ പറയുന്നത്. താഴ്ന്ന അന്തരീക്ഷമർദ്ദമുള്ള ശക്തമായ ഒരു കേന്ദ്രത്തിനു ചുറ്റും കറങ്ങുന്ന വലിയ തോതിലുള്ള വായുപിണ്ഡമാണ് സൈക്ലോൺ. സൈക്ലോൺ ഈസ് എ ലാർജ് സ്കെയിൽ, വലിയ തോതിലുള്ള, സ്കെയിൽ എന്ന് പറഞ്ഞാൽ തോത്, ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള വായുപിണ്ഡം. എ സൈക്ലോൺ ഈസ് എ ലാർജ് സ്കെയിൽ air mass that rotates around a strong center of low atmospheric pressure. താഴ്ന്ന അന്തരീക്ഷമർദ്ദമുള്ള ശക്തമായ ഒരു കേന്ദ്രത്തിനു ചുറ്റും കറങ്ങുന്ന വലിയ തോതിലുള്ള ഒരു പിണ്ഡമാണ് സൈക്ലോൺ. താഴ്ന്ന മർദ്ദമുള്ള ഒരു മേഖലയെ ചുറ്റിത്തിരിയുന്നു അകത്തേക്ക് സർപ്പിളമായ കാറ്റാണ് സൈക്ലോണിന്റെ സവിശേഷത. സൈക്ലോൺ എന്ന പദം കൊടുങ്കാറ്റുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ താഴ്ന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിൽ ശക്തമായി വീശുന്ന കാറ്റാണ് സൈക്ലോൺ. ഇതെവിടെയാണ് ഉണ്ടാകുന്നത്? വടക്കൻ അർദ്ധഗോളത്തിന്റെ എതിർ ഘടികാര ദിശയിലും തെക്കൻ അർദ്ധഗോളത്തിന്റെ ഘടികാര ദിശയിലും കറങ്ങുന്നു. അപ്പൊ സൈക്ലോൺ എവിടെയാണ് ഉണ്ടാകുന്നത് എന്നവിടെ പറയുന്നത്? സൈക്ലോൺ ക്യാരക്ടറൈസ്ഡ് by inwarding spiraling wind that rotate about zone of low pressure. The term cyclone refers to the storm cyclonic nature with counterclockwise rotation in northern hemisphere. വടക്കൻ അർദ്ധഗോളത്തിലും സൗത്തേൺ ഹെമിസ്ഫയർ, ഹെമിസ്ഫയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫയർ എന്ന് പറഞ്ഞാൽ വടക്കൻ അർദ്ധഗോളത്തിന്റെ എതിർ ഘടികാര ദിശയിലും സൗത്തേൺ ഹെമിസ്ഫയർ തെക്കൻ അർദ്ധഗോളത്തിന്റെ ഘടികാര ദിശയിലും കറങ്ങുമ്പോഴാണ് എന്തു സംഭവിക്കുന്നത്? സൈക്ലോൺ. നോർത്തേൺ ഹെമിസ്ഫയറിന്റെ എതിർ ഘടികാര ദിശയിലും സൗത്തേൺ ഹെമിസ്ഫയറിന്റെ ഘടികാര ദിശയിലും കറങ്ങുമ്പോഴാണ് എന്തു സംഭവിക്കുന്നത്? സൈക്ലോൺ സംഭവിക്കുന്നത്. ഇത്രയാണ് അതിൽ നമുക്ക് വ്യക്തമാക്കി തരാനുള്ള ഇത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് എപ്പിഡമിക്സ്. എപ്പിഡമിക്സ് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. പകർച്ചവ്യാധികൾ. എപ്പിഡമിക്സിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കൊറോണ വൈറസ്. അപ്പോൾ 11ാമത്തെ നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് എപ്പിഡമിക്സ്. എപ്പിഡമിക് ഈസ് എ ഡൈവേഷൻ ഓഫ് 2 ഗ്രീക്ക് വേർഡ് എപ്പിക്. 2 ഗ്രീക്ക് വേർഡുകളായിട്ടുള്ള അപ്പോൺ എമങ് എന്ന വേർഡുകളിൽ നിന്നാണ് എപ്പിക് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. എപ്പിഡമിക്സ് ഈസ് എ ഡെറിവേഷൻ ഓഫ് 2 ഗ്രീക്ക് വേർഡ് എപ്പിക്, അപ്പോൺ അഥവാ എമങ് ആൻഡ് ഡിമോൺസ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇത് മാത്രല്ല എപ്പിഡമിക് എന്ന പദം ഉണ്ടായിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡുകളായിട്ടുള്ള അപ്പോണും നിന്നും അല്ലെങ്കിൽ എമങ്ങിൽ നിന്നാണ് എപ്പിക് എന്ന പദം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൺ ഡീമോൺസ് എന്ന് പറയും, എമങ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന് പറയും. അപ്പോൾ ആ രണ്ട് പദങ്ങളും കൂടി ചേർന്നിട്ടാണ് എപ്പിഡമിക്സ് ആയിട്ടുള്ളത്. An epidemic is the unusual increase in the number of cases of an infectious disease which already exist in a certain region or population. നമുക്കറിയാം, an epidemic is the unusual increasing number of cases of an infectious disease which already exists in a certain region or population. ഇന്ന് പല പ്രദേശങ്ങളിലും അതേപോലെ തന്നെ പ്രദേശങ്ങളിലും ജനസംഖ്യയിലൊക്കെ എന്ത് കൂടുതലായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്? പകർച്ചവ്യാധികൾ ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇന്ന് പല പ്രദേശങ്ങളിലും, പല റീജിയൻ മീൻസ് പ്രദേശം, ജനസംഖ്യകളിലും പോപ്പുലേഷനിലും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഹൈപ്പറ്റീസ് വരാം, ടൈഫോയിഡ് വരാം, ഡിഫ്തീരിയ വരാം, മലേറിയ വരാം, കോളറ വരാം, ഇൻഫ്ലുവൻസ വരാം, എൻട്രിസ്റ്റിക് വരാം, അങ്ങനെ ഡയറീഹിയ വരാം, സ്കിൻ ഡിസീസ് വരാം, ഫുഡ് പോയ്സണിങ് വരാം, അതേപോലെ കൊറോണ വൈറസ് വരാം. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു വൈറസ് വ്യാപനമായിരുന്നു കൊറോണ വൈറസ്. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പകർച്ചവ്യാധികളുടെ പേരുകൾ എഴുതി വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ഹൈപ്പറ്റീസ്, ടൈഫോയിഡ്, ഡിഫ്തീരിയ, മലേറിയ, കോളറ, ഇൻഫ്ലുവൻസ, എൻട്രിറ്റിസ്, അതേപോലെ തന്നെ ഡയറീയ, സ്കിൻ ഡിസീസ്, ഫുഡ് പോയ്സണിങ് ആൻഡ് കൊറോണ വൈറസ്. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഈ രോഗവ്യാപനം അഥവാ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇത് ഇമ്പോർട്ടൻ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പോൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ 11 പോയിന്റുകൾ എഴുതിയിടുക. എന്നിട്ട് ഓരോ പോയിന്റും നിങ്ങളതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ കുട്ടികളെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ, മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ. മാൻമെയ്ഡ് ഡിസാസ്റ്റർ, മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരിക? ഫാമിൻ, കോംപ്ലക്സ് എമർജൻസി ആൻഡ് കോൺഫ്ലിക്റ്റ്, ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ, ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ എന്താണെന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്ററും. മനുഷ്യനിർമ്മിതമായിട്ട് ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയുമാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റാണ് ഫാമിൻ, ക്ഷാമം. ഏതൊക്കെ തരത്തിലുള്ള ക്ഷാമങ്ങളാണ് ഇവിടെ നേരിടാറുള്ളത്? ക്ഷാമം എന്ന് പറയുമ്പോൾ ഭക്ഷ്യവിളകളിൽ ഉണ്ടാകുന്ന ഒരു മോശമായ അവസ്ഥ, ദുഷ്കരമായ അവസ്ഥ, ഭക്ഷ്യവിളകളുടെ ലഭ്യതക്കുറവ് എന്ന് പറയും. അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളിൽ ഉണ്ടാകുന്ന കുറവാണ് ക്ഷാമത്തിനു കാരണം, ഫാമിന് കാരണം. അവിടെ ശ്രദ്ധിക്കൂ, ഫാമിൻ. ഫുഡ് സെക്യൂരിറ്റി എമർജൻസീസ് ആർ കോംപ്ലക്സ് ഡിസാസ്റ്റർ വിത്ത് മൾട്ടിപ്പിൾ റൂട്ട് കേസ്. Severe drought or conflict can or produce acute food emergency. ഭക്ഷ്യ അടിയന്തരാവസ്ഥകൾ, ഫുഡ് എമർജൻസി എന്ന ഭക്ഷ്യ അടിയന്തരാവസ്ഥകൾ ഒന്നിലധികം കാരണങ്ങളുള്ള സങ്കീർണമായ ദുരന്തങ്ങളാണ്. അപ്പോൾ ഭക്ഷ്യ സുരക്ഷാ എമർജൻസികൾ, ഫുഡ് സെക്യൂരിറ്റി എമർജൻസി ആർ കോംപ്ലക്സ്. ഭക്ഷ്യ സുരക്ഷാ അടിയന്തരാവസ്ഥകൾ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സങ്കീർണമായ ദുരന്തങ്ങളാണ്. ഈ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥകൾ ഒന്നിലധികം സങ്കീർണമായ ദുരന്തങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണത്? കടുത്ത വരൾച്ച. അതായത് ഫാമിൻ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നത്? കടുത്ത വരൾച്ചയും കോൺഫ്ലിക്റ്റ്, സംഘർഷവും ഭക്ഷ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഫാമിൻ, ക്ഷാമം ഉണ്ടാവാൻ 2 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഡ്രോട്ട്, വരൾച്ചയും അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ എന്താണ്? സംഘർഷം.
യുദ്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷാമം നേരിടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല സ്ഥലങ്ങളിലും യുദ്ധം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെയാവും. എയറോപ്ലെയിനിലും ഒക്കെ കൊടുന്ന് ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക ഭക്ഷണമൊക്കെ. അപ്പോൾ കോൺഫ്ലിക്റ്റും വരൾച്ച ഉണ്ടാകുമ്പോഴാണ് ഫാമിൻ ക്ഷാമം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥകൾ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ടാണ് ദുരന്തങ്ങളാകുന്നത്. വരൾച്ചയും ഡ്രോട്ടും അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റുമാണ് നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ടാകാൻ കാരണമാകുന്നത്? ക്ഷാമം ഉണ്ടാകാൻ കാരണമാകുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് കോംപ്ലക്സ് എമർജൻസി ആൻഡ് കോൺഫ്ലിക്റ്റ്. എന്താണ്? സങ്കീർണമായ അടിയന്തരാവസ്ഥകളും സംഘർഷങ്ങളും. കോംപ്ലക്സ് എമർജൻസി ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഈസ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇൻ എ കൺട്രി, region or society where there is total or considerable breakdown of authority resulting from internal or external conflict and which requires an international response. ഒരു രാജ്യത്തിലോ റീജിയനിലോ പ്രദേശത്തിലോ സമൂഹത്തിലോ ഉള്ള മാനുഷിക പ്രതിസന്ധിയാണ് കോംപ്ലക്സ് എമർജൻസി. ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മാനുഷിക പ്രതിസന്ധി. ഒരു രാജ്യത്തിലോ ഒരു റീജിയണിലോ ഒരു പ്രദേശത്തോ ഒരു കൺട്രിയിലോ റീജിയണിലോ, കൺട്രി മീൻസ് രാജ്യം, റീജിയൻ പറഞ്ഞാൽ പ്രദേശം. അപ്പോൾ ഒരു പ്രദേശത്തോ ഒരു രാജ്യത്തോ ഉണ്ടാകുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മാനുഷിക പ്രതിസന്ധിയാണ് ഏത്? കോംപ്ലക്സ് എമർജൻസി. അത് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ആന്തരികമോ ബാഹ്യമോ ആയ സംഘർഷങ്ങളുടെ ഫലമായി പൂർണ്ണമായോ ഗണ്യമായോ അധികാര തകർച്ച സംഭവിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് അധികാര തകർച്ച സംഭവിക്കുമ്പോൾ, ഇന്റേണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ ഒരു രാജ്യത്ത് അധികാര തകർച്ച നേരിടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കോംപ്ലക്സ് എമർജൻസി ഓർ കോൺഫ്ലിക്റ്റ്. യുദ്ധം. അതേപോലെ കോൺഫ്ലിക്റ്റ് മീൻസ് മറ്റ് രാജ്യങ്ങളുമായി വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് എന്തിന് കാരണമാകും? ദുരന്തങ്ങൾക്ക് കാരണമാകും. അതാണ് കോംപ്ലക്സ് എമർജൻസി ആൻഡ് കോൺഫ്ലിക്റ്റ്. അത് കോംപ്ലക്സ് എമർജൻസി ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു രാജ്യത്തിലോ ഒരു പ്രദേശത്തോ സമൂഹത്തിലോ ഉണ്ടാകുന്ന മാനുഷിക പ്രതിസന്ധിയാണിത്. അത് ഇന്റേണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ കോൺഫ്ലിക്റ്റുകളുടെ ഫലമായി പൂർണ്ണമായോ ഗണ്യമായോ ഉണ്ടാകുന്ന അധികാര തകർച്ചയാണ്. അതായത് അധികാര തകർച്ച എന്ന് പറയുമ്പോൾ ഇവിടെ അതോറിറ്റി ബ്രേക്ക് ഡൗൺ ആവുക, ഭരണകൂടം നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ തകർച്ച മൂലമുണ്ടാകുന്നതാണ് കോംപ്ലക്സ് എമർജൻസി. ഓക്കെ, ദെൻ അതും എന്തിന് കാരണമാകുന്നു? അവിടെ പറയുന്നത് ദുരന്തത്തിന് കാരണമാകുന്നു. അതിന്റെ തേർഡ് പോയിന്റ് ആണ് ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ, കുടിയിറക്കപ്പെട്ട ജനസംഖ്യ. ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ കുടിയിറക്കപ്പെടുക? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യുക, കുടിയിറക്കപ്പെടുന്നത്? ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ ലീവ് ദെയർ ഹോം ഇൻ ഗ്രൂപ്പ്, usually due to a sudden impact such as an earthquake or flood, threat or conflict. ഭൂകമ്പം, വെള്ളപ്പൊക്കം, ഭീഷണി, സംഘർഷം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ കുടിയിറക്കപ്പെടുന്നത്? എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം കാരണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യപ്പെടാം. പിന്നെ ഫ്ലഡ്, വെള്ളപ്പൊക്കം, ത്രീറ്റ്, ഭീഷണി, കോൺഫ്ലിക്റ്റ്, സംഘർഷം. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ കുടിയിറക്കപ്പെടുന്നത്. അങ്ങനെ സ്വന്തം വീടും നാടൊക്കെ വിട്ടവർ മറ്റൊരു സ്ഥലത്തേക്ക് പോരേണ്ട അവസ്ഥ വരുന്നു. അതും ഒരു ദുരന്തമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം, ഭീഷണി, സംഘർഷം തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം ആളുകൾ സ്വന്തം ഭവനങ്ങളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നു, ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇതെന്തായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. അടുത്ത പോയിന്റ് ആണ് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്.
നമുക്കറിയാം ഇന്ന് എന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്. പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് നടക്കുന്നുണ്ട്. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ബോട്ട് അപകടങ്ങള്, ട്രെയിൻ അപകടങ്ങള്, വിമാന അപകടങ്ങള്, അങ്ങനെ ഗതാഗത മാർഗത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ എന്തിന് കാരണമാകുന്നു? മഹാദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ഇപ്പൊ അടുത്ത് നമുക്കുണ്ടായ വിമാനാപകടം ഒന്ന് ഓർത്ത് നോക്കൂ. എത്ര ആളുകളാണ് അതിൽ മരണപ്പെട്ടത്. അപ്പൊ ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് എന്താ എന്ന് നമുക്ക് നോക്കാം. These are used to describe technological transport accident involving mechanized modes of transport. It comprises 4 disaster subjects: accident involving air, boat, rail transport, and accident involving motor vehicle on roads and tracks. യന്ത്രവൽകൃത ഗതാഗത മാർഗങ്ങൾ ഉൾപ്പെടുന്ന സാങ്കേതിക അപകടങ്ങളെ വിവരിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. 4 തരത്തിലുള്ള അപകടങ്ങളാണ് കൂടുതലായും ഉണ്ടാകുന്നത്. എയർ, വായു മീൻസ് വിമാനാപകടങ്ങൾ, ബോട്ട് അപകടങ്ങൾ, റെയിൽ ഗതാഗതം, റോഡ് അപകടങ്ങൾ, മോട്ടോർ വെഹിക്കിൾ, ട്രക്ക് തുടങ്ങിയ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഏതായിട്ട് അറിയപ്പെടുന്നത്? ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്. ഇന്ന് നമ്മൾക്ക് എന്നും നടക്കുന്ന ഒരു ദുരന്തമാണ് ഇന്ന് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്. ഒരു ദിവസം പോലും ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് നടക്കാത്ത ഒരു ദിവസമല്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് എന്നും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതും മാൻമെയ്ഡ് ഡിസാസ്റ്ററിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്. എന്താണ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ആക്സിഡന്റ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. The accident include explosions such as chemical explosion, nuclear explosion and mine explosion. രാസസ്ഫോടനം, കെമിക്കൽ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ രാസസ്ഫോടനം, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണവ സ്ഫോടനം, മൈൻ എക്സ്പ്ലോഷൻ ഖനി സ്ഫോടനം. മൈൻ എന്ന് പറഞ്ഞാൽ ഖനികളിൽ നിന്നുണ്ടാകുന്ന സ്ഫോടനം. ഇപ്പൊ രാസസ്ഫോടനം, ആണവ സ്ഫോടനം, ഖനി സ്ഫോടനം തുടങ്ങിയ സ്ഫോടനങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിൽ ഉൾപ്പെടുന്ന സ്ഫോടനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്? കെമിക്കൽ എക്സ്പ്ലോഷൻ. ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കെമിക്കൽ എക്സ്പ്ലോഷൻ. അതേപോലെ തന്നെ പിന്നെ ഏതാണ്? ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. മൈൻ എക്സ്പ്ലോഷൻ. പ്രധാനമായും 3 തരത്തിലുണ്ടാകുന്ന എക്സ്പ്ലോഷൻസ് ആണ് ഏതിന് കാരണമാകുന്നത്? ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിന് കാരണമാകുന്നത്. ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിന് ഈ 3 എണ്ണാണ് കാരണമാകുന്നത്. കൂടാതെ ഡിസാസ്റ്റേഴ്സ് വിൽ ഓൺലി ബി ക്ലാസിഫൈഡ് ആസ് എക്സ്പ്ലോഷൻ when the explosion is the actual disaster. എക്സ്പ്ലോഷൻ മീൻസ് സ്ഫോടനം യഥാർത്ഥ ദുരന്തമാകുമ്പോൾ മാത്രമേ ദുരന്തങ്ങളെ സ്ഫോടനമായി തരംതിരിക്കുകയുള്ളൂ. സ്ഫോടനം യഥാർത്ഥ ദുരന്തമാകുമ്പോൾ മാത്രമേ, ഒരാൾ മരിച്ചാലൊന്നും അതിന് എക്സ്പ്ലോഷൻ എന്ന് പറയില്ല കേട്ടോ. ഒരുപാട് ആളുകൾ മരണപ്പെടാൻ ഇടവരുമ്പോൾ മാത്രമാണ് സ്ഫോടനത്തെ യഥാർത്ഥ സ്ഫോടനമായി തരംതിരിക്കുകയുള്ളൂ. സ്ഫോടനം മറ്റൊരു ദുരന്തത്തിന് കാരണമായാൽ ആ സംഭവത്തെ തൽഫലമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളായി തരംതിരിക്കും. അത്തരം ദുരന്തങ്ങൾ തുടർന്നുള്ള ദുരന്തങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഒരാളോ രണ്ടാളോ ഒക്കെ എന്തെങ്കിലും ഇൻഡസ്ട്രി വ്യവസായശാലകളിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ദുരന്തം എന്ന് പറയില്ല. ഒരുപാട് ആളുകൾ മരണപ്പെടാൻ ഇടവരുമ്പോഴാണ്, വ്യവസായശാലകളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെടാൻ ഇടവരുമ്പോഴാണ് അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കുക? ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് അഥവാ എക്സ്പ്ലോഷൻ അഥവാ ദുരന്തങ്ങൾ എന്നൊക്കെ അതിനെ നിർവചിക്കപ്പെടുന്നത്. പ്രധാനമായും ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് 3 എണ്ണായിട്ടുണ്ടാവുക. കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാവും, മൈൻ എക്സ്പ്ലോഷൻ ഉണ്ടാവും.
അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ പോയിന്റ് നന്നായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ എഴുതാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എടുത്തത് ഒന്നും കൂടിയും ടീച്ചർ പറഞ്ഞു തരാം. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ടോപ്പിക്ക് ആദ്യം നമ്മൾ മീനിങ് എടുത്തു, പിന്നെ അതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്റ്റ് എടുത്തു, അതേപോലെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ എടുത്തു, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് 11 പോയിന്റുകൾ എടുത്തു, മാൻമെയ്ഡ് ഡിസാസ്റ്റർ എടുത്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റ് വെച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചും കൊണ്ട് ക്ലാസ് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ.